ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്നൊരു പ്രത്യേക മസാല തയ്യാറാക്കുന്നുണ്ട്. ഈ മസാല വെച്ചിട്ടുണ്ടാക്കുന്ന ഫിഷ് ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെയ്മീനാണ്. ഞാൻ എപ്പോഴും കഴുകുമ്പോൾ വിനാഗിരിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് പിന്നീട് കഴുകി ഒന്ന് വെള്ളം വാലാൻ വെച്ചിട്ടാണ് ഞാനിതാ ഇപ്പോൾ ഇതുപോലെ എടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മീനിനകത്ത് അത് ഏത് മീനായിക്കോട്ടെ അങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. മീനിൻ്റെ ഉള്ള ഉളുമ്പ് മണക്കൊന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ 1 കിലോനോളം അടുപ്പിച്ചിട്ടുള്ള നെയ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 2 ടീസ്പൂണോളമുള്ള പെരുംജീരകമാണ്. അപ്പം പെരുംജീരകത്തോടൊപ്പം തന്നെ പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളമുള്ള നല്ല ജീരകം. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഇതെങ്ങനെയാണ് പെരുംജീരകമൊക്കെയാണോ മീനിൽ ചേർക്കുന്നതെന്ന്. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഈ പെരുംജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് നമുക്കിതിന് തരിക ഈ ഒരു മീൻ ഫ്രൈ, ഏത് മീനാണെങ്കിലും. അപ്പോൾ നമുക്കിതാ ഞാൻ അതൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഇത് പൊടിച്ചത് നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിഞ്ഞ് വരാൻ ഇച്ചിരി പ്രയാസമാണ്. ഇനി ചേർക്കുന്നതാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു 1/2 ടീസ്പൂണോളമുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഞാൻ ആദ്യമേ ഇടാഞ്ഞത്, ജീരകത്തിൻ്റെ ഒപ്പം ഇടാഞ്ഞത് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് പൊടിയായിട്ട് വരത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കടുകും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അറിയ പോലും ഇല്ല കടുകിൻ്റെ ആ ഒരു കറുപ്പ് കളറോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അപ്പോൾ ഈ കടുകും ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ചേരുവക എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു തവണ കടുകും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്ക്, ഞാനത് പറയാം എന്തുകൊണ്ടാണ് ചേർത്തേന്നുള്ളത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുഞ്ഞിതാണ് ഒരു മീഡിയം സൈസ് ഇട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഒരു 2 3 വെളുത്തുള്ളി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി വലുതായതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 2 കുഞ്ഞി ഇഞ്ചികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഒത്തിരി ഇഞ്ചിയുടെ ഫ്ലേവർ വേണ്ട, അത്യാവശ്യം മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില നമുക്ക് എത്രത്തോളം ചേർക്കാവുന്ന അത്രത്തോളം നല്ലതാണ്, പ്രത്യേകിച്ച് ഫിഷ് ഫ്രൈക്ക് അല്ലേ. അപ്പോൾ കറിവേപ്പില ഞാൻ കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, പക്ഷേ ഒത്തിരി അങ്ങ് കൊടുക്കും വേണ്ട. ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഓയിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പം ഇതുപോലെ ഇഞ്ചി ചിലപ്പം അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, കാരണം ഈ മിക്സിയിൽ എത്ര ചെറിയ ജാറാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെ അറിയാത്തത് നമുക്ക് പതുക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് ഒന്ന് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു അരപ്പ്, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫ്ലേവറൊക്കെ കൊടുക്കുന്ന അരപ്പ്. അപ്പോൾ ഈ അരപ്പ് ഞാൻ നമ്മുടെ മീനിനകത്തോട്ടൊന്ന് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി വേറൊരു മസാലയും കൂടെ തയ്യാറാക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മസാല ചേർത്തപ്പോൾ ഞാനിത് മിക്സിയിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, പെരുംജീരകത്തിൻ്റെയും പച്ചമുളക് കറിവേപ്പിലയുടെ ഒക്കെ. അപ്പോൾ നമുക്കിനി വേറൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. അത് ഞാൻ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഇച്ചിരി നിറമൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടീസ്പൂണോളമുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പം ആ മീനിനൊക്കെ വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ അളവിനനുസരിച്ചാണ്, നമുക്കറിയാലോ ഏകദേശമൊക്കെ എത്രയാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അത് പേസ്റ്റായി വരത്തില്ല, കാരണം നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് പരുവത്തിനാക്കി ഒന്ന് കൊണ്ടുവരണം. അപ്പോൾ കണ്ടോ, ഈ ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് നല്ലത്, എന്നാലാണ് നമുക്ക് നല്ലൊരു കോട്ടിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യമേ അരച്ച് വെച്ചിട്ടുള്ള പെരുംജീരകം കൂടെ ഇതിനൊപ്പം മിക്സ് ചെയ്തിട്ട്
രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഞാൻ പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ നമുക്ക് ആവശ്യാനുസരണമാണ് ഞാൻ ഇതിൽ നിന്ന് എന്താ പറയുക, ആദ്യം അരപ്പെടുത്തു, അതിനുശേഷം ആ പെരുംജീരകത്തിൻ്റെ അരപ്പൊക്കെ കുറേശ്ശെ എടുത്തിട്ടാണ് ഞാൻ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഞാൻ അങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ മീനുകളിലും ഇതുപോലെ സമയമെടുത്ത് ചെയ്യാം. പിന്നെ ഇത് നെയ്മീൻ തന്നെ വേണമെന്നോ അല്ലെങ്കിൽ നല്ല വലുപ്പമുള്ള മീൻ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഈവൻ നമുക്ക് ചാളയുടെ കൂടെ അല്ലെങ്കിൽ അയിലയ്ക്ക് ഇതൊക്കെ ചേർന്ന് പോകുന്ന ഒരു മസാലയാണ്. ഞാനിത് ചാളയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. മത്തി ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ല ഒരു സ്വാദായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചുമ്മാ പുരട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി രുചിയാണ് ഈ ഒരു മസാല ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും, മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. മീനൊക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. അപ്പം നമുക്ക് ഈ മീനൊക്കെ എന്നും ഒരേ രുചിയിൽ കഴിക്കാണ്ട് ഇതുപോലെയൊക്കെ കുറച്ചൊരു നല്ലൊരു സൂപ്പർ മസാലയിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം ഇതൊക്കെ ഈ ഇപ്പോൾ ഈ നമ്മൾ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മീനുണ്ടല്ലോ, ആ ഒരു മീനിനൊരു പ്രത്യേക മണല്ലേ, ആ ഒരു ഫ്ലേവറൊക്കെ അല്ലേ. അപ്പോൾ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ മീനൊക്കെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ മസാല പുരട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ചാളയുടെ ഒക്കെ ആ ഒരു നമ്മൾ വെട്ടിയ ഭാഗത്തൊക്കെ ഉള്ളിലൊക്കെ പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊക്കെ തേച്ച് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു വട്ടം വരുന്ന ഭാഗത്തൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മീനിലൊക്കെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അല്പം നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പം തൽക്കാലത്തേക്ക് ആ മേലെ മാത്രം ഒന്ന് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റോളം ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന സമയത്ത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് രണ്ടാമത് അല്പം കൂടെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നാരങ്ങ നീര് മസ്റ്റൊന്നുമല്ല, ഇനി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഒരു ചെറിയൊരു പുളിയൊക്കെ ഒരു പ്രത്യേക സ്വാദൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി നമ്മൾ എടുത്തിരിക്കുന്ന മസാല നല്ല തിക്ക് മസാലയല്ലേ, അപ്പോൾ ഇത് മീനിലൊക്കെ നല്ല സൂപ്പറായിട്ട് പിടിച്ച് നമുക്ക് നല്ല സൂപ്പർ എന്താ പറയുക ടേസ്റ്റൊക്കെ മസാല ടേസ്റ്റൊക്കെ നമുക്ക് ഒത്തിരി ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതവിടെ ഒരു 30 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിനകത്ത് തന്നെയായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുക്കണം. വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് 2 കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ കുരുമുളക് 1 ടീസ്പൂണോളമുള്ള മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായതിന് ശേഷം അല്പം തീരെ ലോ അല്ല, ഒരു മീഡിയത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഫ്ലെയിമിലോട്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതാ മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് മീൻ വറുത്തെടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, മീൻ നന്നായിട്ടങ്ങ് വറുത്തെടുക്കുക. ഒത്തിരി അങ്ങ് ഹാർഡായി പോവരുത് മീൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് എക്സാക്ട്ലി കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ പൊടിഞ്ഞു പോകത്തില്ല. അതുപോലെ നമ്മുടെ മസാലയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് എണ്ണയിൽ അങ്ങ് ഇറങ്ങി ആകെ കൊളാവൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കടുക് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഫ്ലേവർ തന്നെയാണ്. 2 ഈ കടുക് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ മീൻ പൊടിഞ്ഞു പോകത്തില്ല. പൊടിഞ്ഞു പോവാതെ നമുക്ക് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര നേരം ഇരുന്നാലും നമ്മുടെ മീനിന് ഒരു കുഴപ്പം പറ്റില്ല. വറുത്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനാണ് ഞാൻ കടുക് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഈ കടുകൊക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക്. പെരുംജീരകം, ജീരകം, ഇതിനൊക്കെ ഒരു സ്പെഷ്യൽ, ഞാനിപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സ്പെഷ്യൽ സ്വാദാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ സൂപ്പർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ. ആ ഒരു നമ്മൾ അരച്ച മസാലയുടെയും അതുപോലെ ഈ ഒരു വേപ്പിലയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ മണമാണ്.
അപ്പോൾ അതാ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏത് മീനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങളിനി മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു മസാല തയ്യാറാക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ ഈ ജീരകത്തിൻ്റെ മുഴുവനോടെ കൂടെ ഇട്ട് കൊടുക്കണം എന്നില്ല. നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പെരുംജീരകപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു ജീരകപ്പൊടിയും കടുക് പൊടിച്ചതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കാൻ മറക്കരുത്. കടുകും ജീരകവുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫ്ലേവറും സ്വാദും മണവും ഒക്കെ കൊടുക്കുന്നത്. ദാ നമ്മുടെ അലുവ കഷ്ണം പോലെയുള്ള നമ്മുടെ മീൻ ഇവിടെ റെഡിയാണ്. മീൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം ഇത് ഒത്തിരി പേര് റെസിപ്പി കണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് കണ്ട് അവർ ട്രൈ ചെയ്തിട്ട് അവരൊത്തിരി നല്ലതാണെന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.